മൂന്ന് മുളകുണ്ട് മാരേജ് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എന്തൊക്കെ അതിന്റെ പോസിറ്റീവ് സൈഡ് നീ ചിന്തിച്ചു നോക്കിയാ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം ഫിക്സ് ചെയ്തിട്ടേ ഉള്ളൂ. എന്താ അടിയില് അല്ലെങ്കിൽ കടിച്ചോ? കോൾ AJP അലിൻ ജോസിനെ വിളിക്കാൻ പറയുന്നുണ്ട്. അലിൻ ജോസിന്റെ നമ്പർ ഇല്ലടാ, കിട്ടൂല. അലിൻ ജോസിനെ വിളിച്ചാൽ കിട്ടൂല, അതാ പ്രശ്നം. കോള് പോകുന്നില്ല. നിന്റെ അടുത്തില്ല, നീ വിളിക്കല്ല അനിയനെ എടുത്ത്. അലിൻ ജോസ് പെരേര 2 ഇവന്റെ എല്ലാ നമ്പറും നിലവിലില്ലടാ. 3 നമ്പർ ഉണ്ട്. അലിൻ ജോസ് പെരേര 1, 2, 3 3 നമ്പർ ഉണ്ട്. 3 വിളിച്ചാൽ കിട്ടൂല. ഇവന്റെ നമ്പർ ആൾക്കാർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് തെറിപ്പാട്ട് കേൾക്കുന്നു. അതുകൊണ്ട് ഇവൻ എപ്പം നമ്പർ മാറ്റി. അതിന് എന്റെ മേത്തോട് ഞാൻ സോളോ സ്ട്രീം ചെയ്താലോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ സോളോ സ്ട്രീം ചെയ്താലോ? ഇങ്ങനെ കൊറേ വവ്വാല് ചപ്പിയാന്മാരതാ മരത്തിന്റെ മുകളിൽ കേറിയിട്ടുണ്ട് അവര്. എന്തോ വിളിച്ച് പുഷപ്പ് വേണ്ട, പുഷപ്പ് വേണ്ട. നല്ലൊരു പണിഷ്മെന്റ് പറ. നല്ലൊരു പണിഷ്മെന്റ് പറ. ജാസി തെറി വിളിച്ചിട്ടുണ്ട്. നല്ലൊരു പണിഷ്മെന്റ് പറ. ചാറ്റ് പറ. അടിയാവല്ല. 60 to 10K ആണോ? 10K ആയോ? എനിക്ക് MHRന്റെ മുന്തിരിച്ചാർ സോങ് പാടുന്ന ചുണ്ടാമണ്ടിക്കോലേ മുന്തിരിന്റെ ചാറ് തെറി വിളിച്ചതിന് ഹെയർ കട്ട് അത് ഭയങ്കര കൂടുതലായിരിക്കും. എടാ അത് ഒരാളെ സമ്മതില്ല, അങ്ങനെ ചെയ്യരുതടാ. അങ്ങനത്തെ ബോഡിയിലുള്ള മാറ്റം വരുത്തല്ലാണ്ട് വേറെ എന്തോ ആണെങ്കിൽ പറ. പണിഷ്മെന്റ് ഇല്ലാന്നാ തെറി വിളിച്ചോ? പബ്ലിക്കിന്റെ ഇടയിൽ എന്നെ അപമാനപ്പെടുത്തിയതിന് അവർക്ക് ഒരു പണിഷ്മെന്റും ഇല്ല. ഈ വീപ്പക്കുട്ടിക്ക് ഉണ്ടോ ചോദിച്ചാൽ തെറി വിളിച്ചില്ല. നമ്മൾ ഇവിടെ വെച്ച അങ്ങനെയാണെങ്കിൽ പുതിയൊരു റൂള് വെക്കണം. നമ്മളങ്ങനെ ഒരു റൂള് വെച്ചിട്ടില്ല. നമ്മൾ വെച്ച റൂള് തെറി വിളിച്ചാൽ പണിഷ്മെന്റ്. അതാണ് ഇവിടുത്തെ റൂള്. തെറി വിളിച്ചാൽ പണിഷ്മെന്റ്, അതാണ് ഇവിടുത്തെ റൂള്. വേറെ ഒരു റൂൾ നമ്മൾ വെച്ചിട്ടില്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉങ്ങൾക്കില്ല. ഉങ്ങൾക്ക് ഇരുന്നാൽ തെറി വിളിച്ചു. ഒരു മിനിറ്റ്. ഇതെന്താ അല്ലേല്? ഇത് നീ എങ്ങനെ ഒന്നിനാ സംസാരിക്കുന്നത്? തെറി വിളിച്ചു. നായിന്റെ മോൻ തെറിയല്ല. പക്ഷെ ടോണിങ് ഉണ്ട്. മറ്റേ രീതിയിൽ വിളിച്ചാലേ തെറിയല്ലാണ്ടുള്ളൂ. മറ്റങ്ങനെ വിളിക്കണം. നായന മോനെ അങ്ങനെ വിളിച്ചാ ഇല്ല. അങ്ങനല്ല, നീ ദേഷ്യത്തിൽ വിളിച്ച് അങ്ങനെ മൂന്നാക്ക് മനസ്സിലായി. ഇല്ല. അല്ല, ഓക്കെ, ഇവൻ വിളിച്ചത് പറഞ്ഞതാ. ഓക്കെ, റാംബോനില്ല. എന്താ എന്റെ ടൗസർ ഊരാൻ നോക്കി. ഭയങ്കര ഓവറാണ് നീ, ഭയങ്കര ഓവറാണ്. ലൈവാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യൂല നീ വിചാരിക്കണ്ട. മോന്നെ അടിച്ചു പൊട്ടിക്കും കേട്ടാ. എടാ പണിഷ്മെന്റ് എന്നാ ചാറ്റ് പറ. മുളക് മുളക് ഇതാ ഗ്രീൻ ചില്ലി. ഞാൻ ഒരു പറയാത്തതോ അല്ല, ഒരു പറയാത്തതാണെന്നോലും ഞാൻ പറയുന്നത്. നിന്നെ പോലത്തെ സ്വഭാവം എനിക്കില്ല. ഞാൻ ഇവിടെ കാണുന്നത് മാത്രമേ വായിക്കും.
ഇതെന്താ ഗ്രീൻ ചില്ലി ഈറ്റിംഗ് ഗ്രീൻ ചില്ലി ഈറ്റിംഗ് എന്താ മുളക് അല്ല ഒരാളല്ലേ കാണിക്കേ ഓവറാക്കല്ലേ ജാസി ഇല്ലല്ല പൊട്ടിയ നല്ലത് മതി ഇതെന്താ ഇത് ബീൻസ് ആണിത് ബീൻസും മുളകും തിരിച്ചറിയാൻ പറ്റാത്ത ഇതെന്തൊരു ഇതെന്താ സാധനം ഇത് ബീൻസ് ആണിത് നല്ല മുളക 1 2 വലുത് മാത്രം മതി 2 3 മൂന്നെണ്ണം പോരെ ചാറ്റ് ആരെല്ലോ പറയുന്നുണ്ട് ചെയ്യൂലേ 3 മുളകുണ്ട് ഇന്ന് ജാസിന്റെ പണിഷ്മെന്റ് ബോത്ത് എല്ലാരും ബോത്ത് എന്നാ പറയുന്നത് ബോത്തല്ല പശു എന്ത് അതല്ല ബോത്ത് രണ്ടുപേർക്കും പണിഷ്മെന്റ് എന്നാ പറയുന്നത് റാംബോനും ജാസിക്കും അല്ല നിങ്ങൾ രണ്ടാളെ തെറി വിളിച്ചത് അറിയാണ്ടാണെങ്കിലും ഇപ്പൊ ഞാനും അറിയാണ്ട് നമ്മളെ വായനല്ലോ അറിയാണ്ട് തന്നെ വരുന്നത് അറിയാണ്ടായാലും അത് തെറ്റന്നല്ലേ അപ്പൊ നീ ഒരാളെ കുത്തിക്കൊന്ന് നീ മമ്മൂന്റെ കേസിൽ ഇങ്ങനെയല്ല പറഞ്ഞ അങ്ങനെയല്ല പറഞ്ഞ ഒരാളെ കുത്തിക്കൊന്ന് എന്നിട്ട് അറിയാണ്ട് സപ്പോർട്ട് ചെയ്യണം വേണ്ട എന്റെ പൊന്നുമോന് പണിഷ്മെന്റ് എടുക്ക് ഒരു മുളകും കൂടി താ ഇതെന്താ സബർ ജില്ലയല്ല ഇത് അപ്പൊ 4 എണ്ണം ചാറ്റ് 2 വെച്ചിട്ട് രണ്ടാക്കും 2 വെച്ചിട്ട് 4 മുളകുണ്ട് റെഡി നിനക്ക് വേണ്ട മുളക് നിനക്ക് സെലക്ട് ചെയ്യാം മധുരമുള്ളതാ കാണിച്ചേ അല്ല മധുരത്തിന്റെ അല്ല ഇത് സൈസ് നോക്കിയെടുക്ക ഇത് ജിലേബി അല്ല തിന്നാ മതി നീ അറിഞ്ഞത് മൊത്തം നീ എന്റെ അണ്ണാക്കിയേക്കാൻ കയറ്റി വെൽത്തിയാൻ തോന്നൂല ഞാൻ ഇതും തിന്നൂല വെൽത്തിയാൻ തോന്നൂല ചെറുതതാ ഇത്ര വലുത് തരല്ല തെറി വിളിക്കുമ്പോ ഇതൊന്നും ചിന്തിച്ചില്ലേ അതൊരു തെറ്റ് പറ്റിപ്പോയാ അതൊന്നും പറഞ്ഞല്ല ചാറ്റ് പറയുന്നതാണ് ഇവിടെ രീതി പോട്ടെ ഇത് നീ എടുക്ക് ഇതും കൂടി അങ്ങ് നീ അനുഭവിക്കും നിങ്ങക്ക് വേണ്ടിട്ടാണ് ഞാൻ തോന്നാം എനക്ക് വേണ്ടിട്ടല്ലേ ഇത് പണിഷ്മെന്റ് ബോത്ത കൂടുതലും ബോത്ത റെഡി അർജു താങ്ക് യു 40 rupees സൂപ്പർ ചാറ്റ് ബ്രോ ആഫ്റ്റർ മാരേജ് PK അർജു 40 rupees സൂപ്പർ ചാറ്റ് പറയുന്നത് ബ്രോ ആഫ്റ്റർ മാരേജ് ഫിക്സ് ചെയ്തതിനു ശേഷം പെണ്ണ് തേച്ചു എന്റെ ലൈഫ് പോയി മെസ്സേജ് എടാ മാരേജ് ഫിക്സ് ആയിട്ടുള്ളൂ നീ ചിന്തിക്കണം ഫിക്സ് ആയിട്ടുള്ള മാരേജ് കഴിഞ്ഞിട്ടില്ല അങ്ങനെ എന്തൊക്കെ അതിന്റെ പോസിറ്റീവ് സൈഡ് നീ ചിന്തിച്ചു നോക്കിയാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം ഫിക്സ് ചെയ്തിട്ടേ ഉള്ളൂ എന്താ കറക്റ്റ് എവിടെ വരച്ചേ ഒന്നുമില്ല കറക്റ്റ് എവിടെ വെച്ചേ കഴുകണം കഴിക്കോ കഴുകണം കഴിക്കോ ചെയ്തത് ശരിയായില്ലടാ അത് ചെയ്തത് ശരിയായില്ല എന്തൊക്കെ എരിച്ചല ഉണച്ചല എന്തെങ്കിലും ഇല്ല ഒന്നുമില്ല എവിടെ കറക്റ്റ് എവിടെ വരച്ചെന്ന് പറ നടുവിനാ അടിയിലേക്ക് പോയിനാ എന്തിനാ ചോദിക്കുന്നേ നടുവില് മീൻസ് നിന്റെ നടുവിലോ ബാക്കിലോ ഇടയില ആ വരന്റെ അടുത്താ കറക്റ്റ് പറ എനിക്കിത് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് വേറെ സീനുണ്ട് വേറെ സംഭവം സീനാണിത് അതായത് ഇപ്പൊ നടുവിൽ എന്ന് പറഞ്ഞത് പീഡല്ലേ എടാ ഒരു കാര്യം പറഞ്ഞു കൊടുക്കും എനിക്ക് മാത്രം അപ്പൊ കറക്റ്റ് പണിഷ്മെന്റ് ആയി ഇപ്പൊ വിളിച്ചതറിയില്ല അല്ല ഓൻ ഓൾറെഡി കിട്ടി ഓന്റെ തേച്ച് ഇനി ഷമീറിനെ കിട്ടാനുള്ളൂ അല്ല തിന്ന് ഷമീർ തിന്ന് എന്ത് പള്ളിച്ചോറാ കിട്ടാന് എന്നെ കൊണ്ട് പറ്റൂല തിന്നടാ
ഇവിടെ പണിഷ്മെന്റ് എല്ലാവർക്കും ബാധകമാണ് ഒരേപോലെ. 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ അടിയിൽ അല്ലെങ്കിൽ തിന്നുക. ഇതെന്താന്ന് എന്റെ കാർപ്പറ്റ് മൊത്തം എടേ ഇതെന്താ ഡോർന്നടിച്ച് ഇതെന്താ എടാ ലൈവ് അപ്പുറത്താരും പോ അടുത്തൊന്ന് വൃത്തിയാക്കിയടാ. ആ വാക്യൂം ക്ലീനർ എടുത്തേ അല്ല തൽക്കാലം എന്തേലും എടുത്ത് ഒന്ന് ഇതാക്ക്. പക്ഷെ എന്റെ കാർപ്പറ്റ് മൊത്തം ഇവിടെ എന്താടാ കാണിക്കുന്നത്? ഇവിടെ വെള്ളം ആക്കല്ലേ ജാസി. കാർപ്പറ്റ് നീ മാറ്റി തരണം. അടുത്ത മാസം നിന്റെ സാലറി ഞാൻ കാർപ്പറ്റ് മാറ്റും. കാർപ്പറ്റ് ഞാൻ മാറ്റും. വെറുതെ ആവശ്യമില്ലാണ്ട് കാർപ്പറ്റ് മോശമാക്കുന്നത്. എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണെങ്കിൽ ഓക്കെ. കണ്ണിനാരാക്കി? എനിക്ക് മുഖത്തും എന്റെ മുഖം മൊത്തം നേർന്ന എനിക്ക്. ആരാ കണ്ണിനാക്കിയ? റാംബോ കണ്ണിനാക്കി? നീ കണ്ണിനാക്കിയ? അവന്റെ ആരാ കണ്ണിനാക്കിയ? എടാ കണ്ണിനാക്കിയ കണ്ണല്ല എന്തെങ്കിലും ആയിപ്പോ എന്താ ചെയ്യും? ആരാ മറുപടി പറയാ? ആരാ ഇതിന് കണ്ണിനാക്കിയ? മതി എടാ എന്റെ കാർപ്പറ്റ് മോശമാണെടാ. കാർപ്പറ്റ് മോശം. ഇവരിത് വേണം. എടാ ഞാൻ പറഞ്ഞേക്ക് ഒന്ന് സമാധാനപ്പെടും. എന്റെ ചേരെടുത്ത ഇതാരും ഒന്ന് വൃത്തിയാക്കിയ ആ ചേരങ്ങ എടുത്തേ. ആ ചേരങ്ങ ഒന്ന് വൃത്തിയാക്കടാ. ഒന്ന് ജയ് ശ്രീറാം. എന്ത് അയ്യേ ഇപ്പൊ കുറച്ച് ആശ്വാസം നോക്കല്ല. ഇപ്പൊ കുറച്ച് ആശ്വാസമുണ്ട്. അയ്യേ ജീവിതം മുമ്പോട്ട് പോട്ടെ. ഒരു പ്രശ്നവുമില്ല. എടാ ലൈവാണ്. നീ എന്താ കാണിക്കുന്നത്? ലൈവാണ്. അടുക്കളയിൽ പോയി മുഖം പൊട്ടിക്കരിയുന്ന മുഖം പൊട്ടിക്കരിയുന്ന മുഖം പൊട്ടിക്കരിയുന്ന മുഖം പൊട്ടിക്കരിയുന്ന മുഖം. ലീക്കായോ? എടാ ഞാൻ ചിരിക്കുവായിരുന്നു. ഞാൻ നിലത്ത് നോക്കി ചിരിക്കുവായിരുന്നോ? ലീക്കായോ? അതിന്റെ മന ലീക്കായ നിന്റെ മോത്തെ അടിക്കും. ടോൺ എങ്ങനെയായിരുന്നു? ടോൺ എങ്ങനെയായിരുന്നു? ഞാൻ മറ്റേ നായണ്ണ മോനെ അങ്ങനെയല്ല വിളിച്ചേ? എന്താണത്? ഓട്ടം തുള്ളല. അല്ല ഞാനൊരു കാര്യം പറയട്ടെ. ഞാന് എന്റെ കുണ്ടി പോയിട്ട് എടാ ഇന്ത്യ കൂട്ടിട്ട് വിളിച്ചാലേ തെറിയായിട്ട് വിട്ടു. ഞാൻ ഇന്ത്യ കൂട്ടിട്ടല്ല വിളിച്ചത്. ഞാൻ നായണ്ണ മോനെ അങ്ങനെയല്ല വിളിച്ചേ അല്ലേ? ഓർമ്മയില്ല കണ്ണീരോടെ ചിരിക്കുന്ന മുഖം കണ്ണീരോടെ ചിരിക്കുന്ന മുഖം കണ്ണീരോടെ ചിരിക്കുന്ന മുഖം കണ്ണീരോടെ. എടാ നായിന്റെ ഇന്ത്യ കൂട്ടിട്ട് വിളിച്ചാൽ മാത്രമേ പണിഷ്മെന്റ് ഉള്ളൂ. അപ്പോഴേ തെറിയാവും. അല്ലെങ്കിൽ തമാശക്ക് വിളിക്കുന്നത്. നായണ്ണ മോനെ വിളിച്ചാൽ പണിഷ്മെന്റ് ഇല്ല. എന്തായാലും ശരി. എന്തായാലും ഒരു മുളകിന്റെ വേദന നീ അറിയണം. എന്തേ പിന്നെ എന്താ ചെയ്യടാ? കണ്ണും കൂടി പോയിട്ട് എന്താക്കുന്ന അവസ്ഥ അറിയാത്തോണ്ടാ ശരിയായിരിക്കും. ആരോടാ നിങ്ങൾ പറയുന്നേ? ആരോടാ നീ ഈ അവസ്ഥ അറിയാത്തോണ്ടാന്ന് പറയുന്നത്? എന്നിട്ട് എന്താ നീ ഒന്നും ഇതാക്കാത്തെ?
ഐസ് എടുത്ത് വെക്കണ്ട നിനക്ക് അറിയില്ല. നീ ഐസ് എടുത്ത് വെച്ചോ, അപ്പുറത്ത് പോയിട്ട് വെച്ചോ. നീ ഇവിടെ ലൈവ് കൊണ്ട് ലീക്കൊന്നും ആക്കല്ല, അപ്പുറത്തേക്കോ. കട്ട എരിഞ്ഞിറങ്ങട്ടെ. പണിഷ്മെന്റ് എടാ, എന്ത് പണിഷ്മെന്റ് എടാ. ടൗസർ ഊരിനോട് കുടിക്കാൻ തുടങ്ങിയത്. Bro, after marriage, please spend ഓക്കെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്താ നീ വിഷമിക്കുന്നത്? നീ ഇത് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കല്ലേ. കല്യാണമല്ല വലിയ പ്രശ്നം, കുണ്ടിക്ക് മുളകായിട്ടുണ്ടാ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കല്യാണമൊന്നുമല്ല, കല്യാണം കഴിക്കേണ്ട പ്രശ്നം പോലും ഇവിടെ കുണ്ടിയിൽ മുളക് കയറിയിട്ടുള്ളത്. കല്യാണം കഴിച്ച് നൈസായിട്ട് പരിപാടി ഒഴിവാക്കാൻ നോക്കണ്ട. നിങ്ങൾ പറ, ചില്ലി തിന്നണോ വേണ്ടിയോന്ന്. നൈസായിട്ട് ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാ. നോക്കട്ടെ, ഞാൻ എന്റെ ഒരു ഓർമ്മയിൽ ഞാൻ വിളിച്ചത് മറ്റേ എന്റെ കൂട്ടാണ്ട ഞാൻ വിളിച്ചതാണ് എന്റെ ഒരു ഓർമ്മ. ഷമീരി കിണ്ടി 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 കണ്ടിറക്കി മുഖം. ചെയ്ത് ഇനി മേലാൽ ഇതേപോലത്തെ പണി ഷമീര മുഖം ഛർദിക്കുന്ന അതല്ല, ഷമീറിന്റെ കളിയാണ്ടാണ് ശരിയായിരുന്നു. ഷമീർ എന്താ കാണിക്കുന്നത്? ഞാൻ ഇവന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. ഇവനെന്ത് ഇവന്റെ മുഖം ഇങ്ങനെയുള്ളത് അപ്പൊ സ്ട്രീമില്? അടി ഇവനെല്ലാം കാണാൻ ഇങ്ങനെയുള്ളത് സ്ട്രീമില്? ഇതെന്തൊരു കോമാളിയാന്നട ഇവൻ. എന്താ ടോണിങ്? ഓന്റെ വാപ്പാക്കെ വിളിക്കുന്ന ടോണിങ്ങിനാ വിളിച്ചിട്ടുള്ളത്. സോറി മൈ മിസ്റ്റേക്ക്. ഇല്ല പണിഷ്മെന്റ് എടുത്തോളാം. സോറി റിയലി സോറി. ഞാൻ അങ്ങനെ അറിഞ്ഞോണ്ട് ഇതാക്കിയല്ല. ജോളോ ചിപ്പിൽ പെരിയ ആസാനാണ്. ചില്ലി കഴിക്കൂ. എരിവില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളോട്. ഇവന്റെ കുണ്ടി ലീക്കാവണ്. അയ്യോ, ഇത് ഭയങ്കര കാന്താരിയ. ഇത് നമ്മള് വിചാരിക്കുന്ന പോലെയല്ല, ഇത് കാന്താരിയ. മറ്റേ നോർമൽ മുളക് എടുത്തിട്ടോ. നമ്മളെ ആസനത്തിന് നോർമൽ മുളകല്ല കയറിയത്, ഈ ചില്ലി പെരി മുളകാണ് കയറിയത്. എനിക്ക് മാത്രം വന്ന തീട്ട കേറിപ്പോയി. ഇവന്റെ കുണ്ടിന്ന് ലീക്കാവണ്. മുഖത്തുള്ളോണ്ട് അറിയുന്നില്ല. പൈപ്പാ ഇതിപ്പോ ഐസ് ചാറ്റ് വേറെ എന്തെങ്കിലും ചെയ്താലോ? ഇത് തന്നെ വേണോ? ഒന്നുമില്ല. ചാറ്റ് പറ. ചാറ്റ് വേറെ എന്തെങ്കിലും പണിഷ്മെന്റ് തരൂ പ്ലീസ്. നമുക്ക് അതേപോലെ റിക്വസ്റ്റ് ചെയ്തുകൂടേനാ. ഞാൻ എന്നെ കൊണ്ടാ ചെയ്യിപ്പിച്ചില്ലേ? അത് വായിൽ മാത്രമാണ് സാറില്ല. എടാ എനിക്ക് കുറച്ച് സമയം സ്ട്രീം ചെയ്യണമെന്നുണ്ടോ ഇന്ന്? കുറച്ച് സമയം കൂടുതൽ സ്ട്രീം ചെയ്യണമെന്നുണ്ട്. പക്ഷെ തിന്നതിന് എനിക്ക് അറിയാം. ശരി, നിന്നോടുള്ള ദയ കൊണ്ട്. ചെറിയ മുളക്. ചെറുതാണ് സാധനം. അയ്യോ, എന്താ ഇതിൽ നിന്ന് പാവ ചെക്കൻ എങ്ങനെയാടാ ഇതാക്കാൻ തോന്നണ? ഞാൻ ഔട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രീം നോക്കിക്കൊള്ളണം. ഇവിടെ ആൾക്കാർ നമ്മളെ സ്ട്രീം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അത് ചിന്തിക്കണം. ഞാൻ ഈ വായി എറിഞ്ഞിട്ട് ചിലപ്പോൾ ഓടിയാൽ നിങ്ങൾ വേണം നോക്കാൻ. ആദ്യം സ്ട്രീം ചെയ്യണം, മനസ്സിലായോ? മറക്കരുത്. ഞാൻ മരിച്ചാൽ എന്റെ കാര്യങ്ങളെല്ലാം നീ നോക്കണം. ആയിക്കോട്ടെ, ഓൻ എന്തായാലും ഉണ്ടാണ്. ചെറുതിന് മധുരാന്ന് പറയുന്നത്. മധുര? പിന്നെ ചെറുതിന് മധുര. അങ്ങനത്തെ ഒരു അങ്ങനെയാണ് എന്തിലേ മുക്കി തിന്നാലോ? മുളകൊടിയുണ്ട്, ചോപ്പ് മുളക്. പെട്ടെന്ന് തീർക്കാം പരിപാടി, പെട്ടെന്ന് നിർത്താം നമുക്ക്. തിന്ന് ഈറ്റി. ഓക്കെ. ഇനി കുണ്ടീന്ന് ഞാൻ അത് കൈയിട്ട് എടുക്കണോ? വെള്ളം ഉണ്ടോ? വെള്ളം വെള്ളം എടുത്ത് വെച്ചാൽ മടകടുത്ത് കൊണ്ടുവരില്ല. അതിലൊരു മുടി ഞാൻ കണ്ട്. ഇതെന്താ നീ വളർത്തണ മുടി? തലമുടി വളർത്തണ കുണ്ടിക്ക് വലിയ മുടി. അതെങ്ങാനും ഞാൻ അറിയാണ്ടെടുത്ത് വായിലിട്ട് പോയില്ലെങ്കിൽ ഇത് തിന്നതില് ഒരു നാറ്റമുണ്ട്. മുണ്ടാണ്ടിക്ക് പോ മതി. എല്ലാരും മുണ്ടാണ്ടിക്കൊന്ന്. ചോക്ലേറ്റ് കളർ ഉണ്ടായിരുന്നു അതിന്. എന്താണ് കടിച്ചാ? ഇല്ലല്ലോ, പിന്നെന്താ? വായിന്ന് എന്തോ ഇങ്ങനെ വന്നൊരു ഛർദി പോലത്തെ ഒരു സാധനം. കുറച്ച് വെള്ളം നോട്ടെ. വേണ്ട പെപ്സി ഇടാ. പെപ്സിന് ഇത് വേണം. ഇത് പച്ചവെള്ളം.
ഇത് എന്നാ അതെ, നീ കുടി. അല്ല നീ കുടിക്ക്. അല്ല നോർമൽ വെള്ളല്ല, നീ കുടിക്ക്. നീ കുടിക്ക്. വീത്തല്ല ഞാൻ വെള്ളം കുടിച്ചിട്ട് അല്ല നീ കുടിക്ക്. ഈ പണിഷ്മെന്റ് ആ ഒന്ന് കാണിച്ച, ആ ഒന്ന് ക്യാമറ കാണിച്ച. ആ വെള്ളം ഇത് പച്ച വെള്ളാന്ന് ഇവൻ പറയുന്നത്. പച്ചവെള്ളം, ശുദ്ധമായ പനിനീര്. ആ ശുദ്ധമായ മലിനീര. രണ്ട് പാറക്കല്ലിന് ഇടയിലൂടെ ഒഴുകി വന്ന വള്ളങ്ങളാണ്. കുടി. ഓടാ, കുടിക്ക്. കുടിക്ക്. പിന്നെ കുടിക്ക്. അരെ ഷർട്ട് കുടിപ്പിക്ക്. ഇത്ത മുടിനാർ എടുത്തു കളഞ്ഞില്ല. വേണ്ട വിടുക. നോക്ക്. പെപ്സിയിൽ മുളകൊന്നും ഇട്ടേക്കല്ലേ. കുറച്ച് വായില് വെബ്സൈറ്റ് കഴിച്ചേക്കാം. കുറവുണ്ടാ? ചില്ലി പെപ്സി. ഇവിടെ പറയാൻ ഇപ്പൊ കുറച്ച് ആശ്വാസമുണ്ട്. ഐസ് വെച്ചതിന് ശേഷം എന്തോ പോയ പോലെ തോന്നുന്നു. ബിസ്മില്ലാ. കടിച്ചോ? ചവക്ക് മോനെ. അതെ പിതിങ്ങിക്കോ. ഞാൻ പറഞ്ഞില്ല ചെറുതിന് മധുര. കുച്ചോ, വോ തുന്നോ, 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 തുന്നോ. എങ്ങനുണ്ട്? എന്തോടാ അല്ലാ മോനെ, ആശ്രയത്തിൽ കയറിയാലോ ഇത് മനസ്സിലാവാ. കുറച്ച് നോട്ടറാ. എങ്ങനെയുണ്ട്? മാറി നീ ആദ്യം എടുക്കടാ. വായില് വരെ ഇത് എരിവ്. മോനെ ചെറുത് മധുര. ജോളോ ചിപ്പെടുത്ത് ഉള്ളിലിട്ടവനോട് ഇതൊന്നും ഈ മുട്ടുസൂചി കാണിച്ച് പേടിപ്പിക്കല്ല ഞാൻ. മുട്ട് രുചിയപ്പോ ഉള്ളില് നല്ല എരിവുണ്ടെന്ന് അറിയാം. കുടിക്കല്ല, അത് കുടിക്കല്ല. മൂടിയാ എങ്കിൽ അത് കുടിച്ച് നമുക്ക് തീർക്കാം. എന്തേ എന്തേ മുട്ട് പെപ്സി. മുട്ട് രുചിയല്ലേ? ചിപ്സ് എന്തോ പറഞ്ഞു കേട്ട്. ജോളോ ചിപ്സ് എന്തോ ചെയ്തല്ലോ മച്ചാൻ. വേണ്ട വേണ്ട. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഒരു സെക്കൻഡ് ആടാ. ഇതൊന്നും ഒരു സിപ്പ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു. ഒരു സിപ്പ് എടുക്കണ്ടാവും. നീ ജോളോ എടുത്ത് എന്തോ ചെയ്തവനല്ലേ? അല്ല, അല്ലേ? ഞാൻ ഒരു നീ ഒരു മൊണ്ണ അത് സമ്മതിക്ക്. കൊടുത്തേ കൊടുത്തേ. ഇനി കുടിച്ചോ? ഞാൻ പറഞ്ഞില്ല മധുര ചെറുതിന്. ഇനി കുടിക്കല്ലേ? ഇനി കുടിച്ചാ വീണ്ടും വരും. മുഖത്തുള്ളോട്ട് കുണ്ടി അത് മാറ്റാൻ വേറെ മുളകുണ്ട്, മഞ്ഞ മുളക്. അകത്തെ സെന്ററില് ഐസും കട്ട സെന്ററിൽ വെച്ച്. എന്നിട്ട് എരിവ് മാറിയില്ലേ? ഇപ്പൊ കുറവുണ്ട്, നല്ല കുറവുണ്ട്. ഒന്ന് തൂറിയാലെ പോയിട്ട് നല്ല എരിവായിരിക്കും. എരിഞ്ഞിറങ്ങി അപകടത്തിന് നമ്മൾ നിക്കണം. കുറച്ച് കഴിയട്ടെ. ചന്തിയാൻ പറ്റില്ല. അതാ പ്രശ്നം. ഇപ്പൊ നിക്കണ്ട. പുതിയ ഐസും കട്ട ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഇതാകട്ടെ. ഒറ്റ സ്കൂപ്പ് പറയുമ്പോ എത്രയായി? രണ്ടാമത്തെ വെച്ചാ നീ? രണ്ടാമത്തെ ഐസും കട്ട വെച്ചാ? മുനവര ഐസ് കട്ടയവനെ എടുത്തോണ്ടോന്ന്. ഇതുണ്ട് ഇങ്ങനെ സമയം കൂടുന്നവർ കൂടിക്കൂടിയായിരുന്നു. അങ്ങനെ ഇത് കാന്താരിയാണ്, കാന്താരി. ഇനി വെള്ളം കുടിക്കണ്ട, വെള്ളം കുടിച്ച എരിയേ ഉള്ളൂ. പെപ്സി പ്രത്യേകിച്ച് എരിവ് കൂടൂ. മിക്കവാറും ഇവൻ തൂറ്റിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. സീനായിടാ, സീനായി. ലൈവ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഓരോ ഉറപ്പില്ല ഗൈസ്. അതിലേ ചെയ്തോ ഞാനാ ചേരട്ട് തീറ്റിട്ട് എനിക്ക് എന്താ ജോളോ ചിപ്സ് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ല. ഒറ്റ കാര്യം ഓർത്തോ, ഈ മേലാൽ ഇതേപോലത്തെ ചില്ലി ചിപ്സ് മറ്റേ ചലഞ്ച് എന്നല്ല പറഞ്ഞ് വരുന്ന സമയത്ത് അവസാനം നിന്നിലേക്കും വരും. നിങ്ങക്ക് മനസ്സിലായില്ലേ? നമുക്ക് അറിയാലോ. എന്തെങ്കിലും പ്രശ്നം നടത്താൻ നമ്മൾ കോംപ്രമൈസ് ചെയ്യാം. അല്ലാണ്ട് ഇവരോട് ചോദിക്കാൻ നിന്നെങ്കിൽ പല പരിപാടിയും പറയും. അടുത്ത ബോംബ് പൊട്ടിക്കുന്ന അല്ല, അടുത്ത ബിൽഡിങ്ങിന്റെ മുകളിൽ തുള്ളാൻ പറയും. നമ്മൾ തുള്ളേണ്ട വരും. പല പരിപാടി നമ്മൾ ചെയ്യേണ്ടി വരും. എല്ലാത്തിനും നിന്നോടുത്ത് ഐസ്ക്രീം ആണോ? ഐസ്ക്രീം ഉണ്ടോ? എന്നെ പറയണ ഞാനല്ല ഇതിനൊന്നും കാരണം. നിങ്ങൾ തന്നെയാ പറഞ്ഞ പീടിയെ പോയി മേടിക്ക്. നീ തിരികെച്ചതുകൊണ്ടാണ് അവർ പറഞ്ഞത്. ഇല്ല അവര് പറയൂല. സംഭവം തമാശക്ക് പറഞ്ഞാൽ ഞാനല്ലേ പറഞ്ഞ, ഇവനല്ലേ പറഞ്ഞ. ചില്ലി പൂജി നിനക്കൊന്നും കിട്ടിയില്ല അനുഭവിക്കുന്നേ. ഈ മുഴുവൻ ഇവർ നമ്മളെ രണ്ടാൾ കളിയാക്കുന്നത്. ഇവർ രണ്ടാളും ഒന്ന് നാല് ആൾക്കാരോ ഇവർക്കൊണ്ടേ കൊടുക്ക്. ഇവരും ആ സുഖം ഒന്ന് അറിയട്ടെ. അല്ല കുറയുന്നുണ്ട് കുഴപ്പമില്ലടാ. ഒരു 5 മിനിറ്റ് ഉണ്ടോ? കുറയുന്നുണ്ട്. വായില് കുറയുന്നുണ്ട്. പക്ഷെ മറ്റേ സ്ഥലം അങ്ങനെയല്ല.
എന്റെ നെറ്റിയിലൊക്കെ തേച്ചിന്. പക്ഷെ എന്റെ മുഖത്ത് കുറേ ഉള്ളതുകൊണ്ട് ചന്ദന നീ തേച്ചെന്തിനാ പിന്നെ? ആ അതിലെ ചാലഞ്ച് എന്ന് പറയുന്നുണ്ട് ഞാൻ ചെയ്തു മുളക്. അത് ചലഞ്ചാണ് പണിഷ്മെന്റ് അല്ലേ അല്ലല്ല ചാലഞ്ച് പണിഷ്മെന്റ് കഴിഞ്ഞു. ചലഞ്ച് വെച്ച മുളക് ഇനി ചാലഞ്ച് കണ്ണിലായിരുന്നല്ലേ കണ്ണിൽ നെറ്റിന്റെ ഇവിടെ യോതായിരുന്നു അതില് വേണ്ടാന്നാ പറയുന്നത് കേട്ടോ അതിന് വേണ്ട. അതന്നെ മുനുന്നാ പറയുന്നത് അല്ല മുനുക്കില്ല എങ്ങനെയുണ്ട് കുറവുണ്ടോ? ഇപ്പൊ കുറവുണ്ട്. ആ പക്ഷെ ഇടയ്ക്ക് എന്താ അറിയോ, ആശാനെ കിട്ടിയില്ലേ? ഇടയ്ക്കൊരു നീറ്റലും ഒരു എരിച്ചലും വരുന്നു. എന്താ നിന്റെ ബാക്ക് നനഞ്ഞിരിക്കുന്ന? അല്ല തുടക്കത്തിൽ നീയല്ല മൂലത്തിലിട്ടെ എനിക്ക് ഓക്കേ. അങ്ങനെ വേണ്ട കുറച്ച് കളി കൂടുതൽ എനിക്ക് സംസാരിക്കാൻ തോന്നുന്നില്ലല്ലോ, സംസാരിക്കാൻ തോന്നുന്നില്ല. ഇങ്ങനെ വായിക്കണ തോന്നിട്ട് ആന്ന് പിടിക്കാൻ തോന്നുന്നു. ഇവിടെ നാവ് പുറത്തിട്ടിട്ട് നിക്കാൻ തോന്നുന്നു കൊറേ സമയം. അപ്പൊ എരിവ് കൂടും ഇവന് തേച്ചതുകൊണ്ട് പ്രശ്നം ഇവനെന്താ ചെയ്തത് പകുത്തതാ അപ്പൊ എരിവാണ് ഇതെന്താ പട്ടിയാ നടക്കുറത്തിട്ടേക്കുന്നു. ഇല്ല ആൾക്കാരെല്ലാം ഇടുന്നുണ്ട്, നമ്മള് വെറുതെ ഉണ്ടാടുന്നു കഴിഞ്ഞാ ആൾക്കാർക്ക് ഇതാണ്. ഓക്കെ കുഴപ്പമില്ല, എരു സഹിക്കാം. ചെയ്ത പണി കണ്ടോ? എരു സഹിച്ചിട്ടില്ല സ്ട്രീം കണ്ടിന്യൂ ചെയ്യാം. അല്ല ഇവൻ നോക്കി സ്ട്രീം എന്നല്ല പറയുന്നത്, എരു സഹിച്ചിട്ട് സ്ട്രീം കണ്ടിന്യൂ ചെയ്യാം. ഇവനിത് തേച്ച് ഓക്കെ ഓക്കെ ഗൈസ്, നോക്കി അനക്ക് കേക്കണ്ട. ഇത് തേച്ച സമയത്ത് ഇവൻ ഈ തോട്ടെ കൂടി തേച്ചത് ഇവിടെ തോട്ടയാക്കിയിട്ട് മോനെ നിക്കർ ഊരാ നീ സമ്മതിച്ചില്ല, പിന്നെ കൈയിട്ട് കുത്തി കീറി ഇപ്പൊ നീ നിന്റെ ഈ ഇപ്പിട്ട നിക്കറേത് ആ അപ്പൊ നീ നിന്റെ അടിയൊന്നുമില്ല. എന്തോ മണിയടി തച്ചാ നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടാ. എടാ ഇത് ഞാൻ ഇട്ടത് ഓ ഓ ഓയ് ഏയ് ഏയ് റാംബോ പിടിച്ചോക്ക്, റാംബോ പിടിച്ചോക്ക് പിടിച്ചോക്ക് പിടിച്ചോക്ക്. തൽക്കാലം നിന്ന ഇത് ഇതാണ് അങ്ങോട്ട് പോയിട്ട് ലീക്ക് ഈ ജാസിന്റെ ഓട്ടമുള്ള ഷഡ്ഡിയല്ല, ഇവ ഒരു മാസമായി ആ ഷഡ്ഡി ഇതാണോ ഇതാണോ മുട്ടമണി? ഇത് മുട്ടമണിയല്ല, ഇത് മുട്ടമണിയാണ്. കൈ കഴുകണോ? കയ്യിൽ നിന്ന് കണ്ടേച്ചില്ല അതാണ് വൃത്തിതാ അതൊന്ന് ഉരുത്തരാം, കുറച്ച് തരാം. ഓക്കെ ഓക്കെ എനിവേസ് ഗൈസ് ലെറ്റ്സ് കണ്ടിന്യൂ നാലും പിടിയോ. അടുത്തെല്ലാം എടുത്ത് മാറ്റി മുളകും ലൊട്ടയും കൊറേ പേടിയാന്ന് കൈക്കായ ഒരു എന്തൊരു ഒരുപാട് കാന്താരി ലൊട്ട. കാന്താരി ഇത് ഗുണ്ടുമുളക് എന്ന് പറയും നമ്മളവിടെ. ഇത് കുണ്ടിമുളകാണ്. ഓക്കെ ഓക്കെ ഗൈസ് പറ